നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തൊടുകുറി ശാസ്ത്രം എന്നത് സത്യമുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഒരുപാട് തൊടുകുറി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ നിങ്ങളുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നിങ്ങൾക്കതിൽ എത്രമാത്രം സത്യമുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ടാകും. പ്രത്യേകിച്ച് ഗണിതങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ 80 മുതൽ 90% നിങ്ങൾക്ക് കൃത്യമാകുന്നതാണ്. അപ്പോൾ ഇന്നും നമ്മൾ പറയാൻ പോകുന്നത് ഒരു തൊടുകുറി വീഡിയോ തന്നെയാണ്. ഇന്നത്തെ തൊടുകുറിയിൽ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 2 വിളക്കുകളാണ്. അതിൽ ആദ്യത്തേത് ചിരാതി വിളക്കും രണ്ടാമത്തേത് നിലവിളക്കുമാണ്. നിങ്ങളിവിടെ ചെയ്യേണ്ടത് ഇവിടെ കാണുന്ന 2 ചിത്രങ്ങളിൽ നിന്നും നിങ്ങളുടെ മനസ്സ് പറയുന്ന ഒരെണ്ണം തിരഞ്ഞെടുക്കുകയാണ്. ഈ പറഞ്ഞ പ്രകാരം ഇതിൽ നിന്നും നിങ്ങളൊരു ചിത്രം തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ട ആ ഒരു കാര്യം നടന്നു കിട്ടുമോ ഇല്ലയോ എന്ന് ഇവിടെ നിന്നും ഈ ഒരു തൊടുകുറിയുടെ ഗണിതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഫലം പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ നടന്നു കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് നേടാനായിട്ട് കാത്തിരിക്കുന്ന ആ ഒരു കാര്യം എന്താണോ അത് മനസ്സിൽ ഉറപ്പിച്ച ശേഷം ഇഷ്ടദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് ഈ ഒരു ആഗ്രഹം എനിക്ക് നേടിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണ് തുറക്കുന്ന സമയത്ത് ഏത് വിളക്കാണോ നിങ്ങളുടെ കണ്ണിലേക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് ആകർഷിക്കപ്പെടുന്നത് അതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നടക്കുമോ ഇല്ലയോ അല്ലെങ്കിൽ നടന്നു കിട്ടാൻ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള ആ ഒരു കാര്യം അത് എന്ത് തന്നെയാണെങ്കിലും ശരി അത് നിങ്ങൾ മനസ്സിൽ 1, 2, 3 പ്രാവശ്യം ആവർത്തിച്ച് ഉറപ്പിക്കണം. എന്നിട്ട് വേണം ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കുവാനായിട്ട്. എന്നാൽ മാത്രമേ വളരെ കൃത്യവും തൃപ്തികരവുമായിട്ടുള്ള ഒരു ഫലപ്രവചനം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഈ പറഞ്ഞ കാര്യം ശ്രദ്ധയിൽ വയ്ക്കേണ്ടതാണ്. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടായേക്കാവുന്ന ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ ചോദിക്കാൻ പറ്റും, അതിന് ചില ഉദാഹരണങ്ങൾ പറയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉദാഹരണങ്ങൾ ഒരു 4-5 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാകുന്നതാണ്. എനിക്ക് അടുത്ത് തന്നെ ഒരു വിദേശ യാത്രയ്ക്ക് ഒരു അവസരം ഒത്തുവന്നിട്ടുണ്ട്. അത് നടക്കുമോ ഇല്ലയോ? നമ്പർ 2, ഇപ്പോൾ ഒരു വിവാഹാലോചന വന്നിട്ടുണ്ട്. അത് നടക്കുമോ ഇല്ലയോ? അല്ലെങ്കിൽ ഈ വർഷം എനിക്ക് വിവാഹം ഉണ്ടാകുമോ ഇല്ലയോ? ഇനി അടുത്തത് 3-മത്തേത് ഒരു ജോലിക്ക് ഒരു ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ജോലി എനിക്ക് ലഭിക്കുമോ ഇല്ലയോ? അല്ലെങ്കിൽ ഈ മാസം എനിക്ക് ജോലി കിട്ടുമോ ഇല്ലയോ? ഇങ്ങനെയും ചോദിക്കാവുന്നതാണ്. ഇനി അല്ലെങ്കിൽ മനസ്സിൽ ചിന്തിക്കാവുന്നതാണ്. ഇനി അടുത്തത് 4, ഒരു വിലപ്പെട്ട ഒരു പാരിതോഷികം ഒരാൾ എനിക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടുമോ ഇല്ലയോ? ഇവിടെ ഈ പാരിതോഷികം എന്ന് പറഞ്ഞത് അതൊരു മൊബൈൽ ഫോൺ ആകാം, അല്ലെങ്കിൽ ആഭരണങ്ങളാകാം, അതുമല്ലെങ്കിൽ ഗൃഹോപകരണങ്ങളാകാം, ഏതുമാകാവുന്നതാണ്. ഇനി 5-മതായിട്ട് പറയുന്ന എക്സാമ്പിൾ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ എനിക്കൊരു നിർണായക കാര്യത്തിൽ യെസ് എന്ന് പറയണോ നോ എന്ന് പറയണോ എന്ന ഒരു തീരുമാനത്തിൽ എത്താൻ സാധിക്കുന്നില്ല. കാരണം അത് രണ്ടും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് എൻ്റെ മുന്നിൽ. ഇതിൽ ഏത് സെലക്ട് ആകുമെന്ന് നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ പറഞ്ഞത് പ്രകാരം നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ അത് നന്നായിട്ട് 2-3 പ്രാവശ്യം നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചു ഉറപ്പിച്ച ശേഷം ഇതിൽ നിന്ന് ഒരു ചിത്രം തിരഞ്ഞെടുക്കുകയാണ് ആദ്യം വേണ്ടത്. അപ്പൊ നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത്രയും സമയം കൊണ്ട് ഈ 2 ദീപങ്ങളിൽ ഈ 2 ചിത്രങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ഫലം പറഞ്ഞു തുടങ്ങാം. ആദ്യം തന്നെ ക്രമമനുസരിച്ച് ആദ്യമായിട്ട് വരുന്നത് ചിരാതി വിളക്കാണ്. ഈ ചിരാതി വിളക്ക് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് ആദ്യം തന്നെ പറയുന്നത്. 1-മത്തെ വിളക്ക് തിരഞ്ഞെടുത്ത ആളുകളുടെ കാര്യം പറയുകയാണെങ്കിൽ അവരെപ്പോഴും ഉത്സാഹപ്രിയരായിട്ടുള്ള മനസ്സിന് ഉടമകളാണ്. എന്നാൽ ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്, അതായത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നിർഭാഗ്യമാണ് ഇവരെ പിന്തുടരുന്നത് എന്ന് വേണം ഇവിടെ പറയുവാനായിട്ട്. അതെന്തുകൊണ്ടെന്നാൽ നടന്നു കിട്ടുമെന്ന് പരിപൂർണ വിശ്വാസമുണ്ടായിട്ടുള്ള പല കാര്യങ്ങളും അത് നടന്നു കിട്ടാതെ മാറിപ്പോകുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. ജീവിതത്തിലെ പല സുവർണ നിമിഷങ്ങൾ വന്നു കിട്ടിയിട്ടും അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കാതെ പിന്നെ ആവട്ടെ അല്ലെങ്കിൽ ധൈര്യം പോരാ എന്ന കാരണത്താൽ നീട്ടിക്കൊണ്ടു പോയതിനാൽ അത് നഷ്ടപ്പെട്ടു പോയ ഒരു നിരാശ നിങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. വേറൊന്നും കൂടിയുണ്ട്. ഈയിടെയായിട്ട് യാതൊരു കാരണവുമില്ലാതെ എന്തോ ഒരു അസ്വസ്ഥത കൂടെ നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ട് പിന്തുടരുന്നുണ്ട്.
ഇത്രയുമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി പൊതുവായിട്ട് പറയാനുള്ള തൊടുകുറി ഫലം. എന്നാൽ നിങ്ങളിപ്പോൾ മനസ്സിൽ സങ്കല്പിച്ചിട്ടുള്ള ആ ഒരു കാര്യം നടക്കുമോ ഇല്ലയോ എന്ന് നോക്കിയാൽ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം ഉറപ്പായിട്ടും നടന്നു കിട്ടുന്നതാണ്. പക്ഷെ കാലതാമസം നേരിടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. പറയാൻ കാരണം ജീവിതത്തിലെ എല്ലാ സമയവും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന സമയമായിരിക്കില്ല. നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് 10 ദിവസം കൊണ്ട് സാധിക്കാവുന്ന ഒരു കാര്യം നിങ്ങളത് ചെയ്തു തീർത്ത് വരുമ്പോഴേക്കും, അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടി വരുമ്പോഴേക്കും 20 ദിവസം സമയമെടുക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ എന്ത് കാര്യത്തിനും സാധാരണ ഉള്ളതിൽ കവിഞ്ഞ് ഇരട്ടി തടസ്സങ്ങൾ അല്ലെങ്കിൽ പ്രയത്നങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആദ്യം പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും അത് നടന്നു കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. സമയമെടുക്കുന്നതാണ്. പക്ഷേ ഈ തടസ്സങ്ങൾ നല്ലൊരു പരിധി വരെ നിങ്ങൾ വിചാരിച്ചാൽ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതുമാണ്. അതിന് നേർച്ചകളോ വഴിപാടുകളോ അല്ല ഇവിടെ വേണ്ടത്. അതിനേക്കാൾ അത്യാവശ്യം മാനസിക ധൈര്യമാണ്. അതാണ് നിങ്ങൾ ഇവിടെ കാണിക്കേണ്ടത്. അങ്ങനെ മുന്നിട്ടിറങ്ങിയാൽ 10 ദിവസം കൊണ്ട് നടന്നു കിട്ടേണ്ട കാര്യം 5 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ്. അല്ലെങ്കിൽ നടക്കുമോ ഇല്ലയോ എന്ന് പപ്പാതിയിരിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറുന്നതാണ്. ഇത്രയുമാണ് ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള ചിരാതി വിളക്ക് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് തൊടുകുറി ഫലമായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തത് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള നിലവിളക്ക് മനസ്സിൽ തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടാണ് ഫലം പറയാൻ പോകുന്നത്. നിലവിളക്ക് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം തന്നെ പറയാനുള്ളത്, നല്ല കണ്ണാടി പോലെ മനഃശുദ്ധിയുള്ള ആളുകളാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള മനസ്സിനുടമകളാണ് നിങ്ങളെന്നാണ് ഏറ്റവും ആദ്യം തന്നെ ഇവിടെ എടുത്തു പറയാനുള്ളത്. ഇതിന്റെ കൂടെ ഒന്നുകൂടെ ചേർത്ത് പറയാനുണ്ട്. അതായത് ഒരു കളങ്കവുമില്ലാത്ത ആ മനഃശുദ്ധി തന്നെയാണ് നിങ്ങളുടെ ഒട്ടുമിക്ക പരാജയങ്ങൾക്കും കാരണമായി തീരുന്നത്. അത് എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ഈ നിഷ്കളങ്കത പലരും നിങ്ങൾക്കെതിരെ മുതലെടുക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളെപ്പോലെ വളരെ കുറച്ച് ആൾക്ക് മാത്രമേ ഇത്രയും നിർമ്മലമായിട്ടുള്ള മനസ്സിനുടമകളാകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആരൊക്കെ നിങ്ങളെ ചതിച്ചാലും വഞ്ചിച്ചാലും ശരി, അവസാനം നിങ്ങളുടെ ഭാഗത്ത് തന്നെയായിരിക്കും വിജയമുണ്ടാകുന്നത്. ചുരുക്കി പറഞ്ഞാൽ അല്പം വൈകിയാലും ശരി ഭാഗ്യം കൈവരുന്നതാണ് നിങ്ങൾക്ക്. അതിൽ യാതൊരുവിധ സംശയവും വേണ്ട. അതുപോലെ തന്നെ അംഗീകാരങ്ങളും പ്രശസ്തി എന്നിവ നിങ്ങളെ തേടി വരുന്നതാണ്. കൂടാതെ സമൂഹത്തിലെ ആളുകളുടെ ബഹുമാനത്തിനും നിങ്ങൾ പാത്രമാകുന്നതാണ്. ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ വീക്ക്നെസ് അല്ലെങ്കിൽ നിങ്ങൾ തോറ്റുപോകുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ കാണിക്കുന്നത് പോലെയുള്ള ഒരു കാപട്യം നിങ്ങൾ ശീലിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ തെറ്റുകൾക്ക് നേരെ കണ്ണടച്ചു കൊടുക്കാൻ നിങ്ങൾക്കാവില്ല. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഈ ഒരു കാരണം കൊണ്ട് തന്നെ പലരുടെയും വൈരാഗ്യത്തിനും നിങ്ങൾ ഇരയായിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് പലരുടെയും വൈരാഗ്യത്തിന് നിങ്ങൾക്ക് ഇരയാകേണ്ട അവസരം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ചില സന്ദർഭങ്ങളിൽ തെറ്റ് ചെയ്തവര് കുറ്റം നിങ്ങളുടെ മേൽ വച്ചു തരുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ തൻ്റെ ഭാഗത്താണ് ന്യായം എന്ന് തോന്നിയാൽ ഏതറ്റം വരെയും പോകുന്ന നിങ്ങളുടെ ഈ സ്വഭാവം ആ അവസ്ഥകളിൽ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ശത്രുശല്യം നിങ്ങൾക്ക് വളരെ വളരെ കൂടുതലാണ്. പറയാൻ കാരണം മറ്റുള്ളവരോട് മുഖം കറുത്ത് സംസാരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. ഇങ്ങനെ ഒരു പാവത്തെ പോലെ ആയതുകൊണ്ട് തന്നെ ചാഞ്ഞ മരത്തിലേക്ക് ഓടിക്കയറാൻ എളുപ്പമാണെന്ന് പറയുന്നത് പോലെ പലരും നിങ്ങളുടെ ഈ ഒരു സ്വഭാവത്തെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ അവർ നിങ്ങളെ ആ തരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും ഇതുമൂലം ഉണ്ടായിട്ടുണ്ട്. ആർക്കെങ്കിലും കടം കൊടുത്താൽ തന്നെ അത് തിരികെ ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇനി ലഭിച്ചാൽ തന്നെ പകുതി മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുപാട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഉപകാരം ചെയ്തു കൊടുത്ത ആളുകളിൽ നിന്നെല്ലാം ഉപദ്രവമാണ് ഏറിയ പങ്കും ഏൽക്കേണ്ടി വരുന്നത്. പക്ഷെ നിങ്ങളത് കാര്യമായിട്ട് എടുക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. ദൈവമായിട്ട് തന്നെ അവരോട് ചോദിച്ചുകൊള്ളും എന്ന ഒരു നിലപാടാണ് നിങ്ങൾ പൊതുവെ സ്വീകരിക്കാറുള്ളത്. ഇത്രയുമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി തൊടുകുറി ഫലമായിട്ട് പറയാനുള്ളത്. ഇനി നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം നടക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ, നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം അല്ലെങ്കിൽ ആ ചിത്രം തിരഞ്ഞെടുത്തതിലൂടെ നിങ്ങൾ ഉറപ്പിച്ച ആ ഒരു കാര്യം 1.5 മാസം കൊണ്ട് നടന്നു കിട്ടും എന്നാണ് തൊടുകുറി ഫലപ്രകാരം ഇവിടെ കാണുന്നത്. എന്നാൽ ഇത് വളരെയധികം പണച്ചെലവുള്ള കാര്യമാണെങ്കിൽ, നിയമപരമായിട്ട് വളരെയധികം കടമ്പകൾ കടക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ അതിനനുസരിച്ച് അതിന് കാലതാമസം ഉണ്ടാകാവുന്നതാണ്. എന്നിരുന്നാൽ തന്നെയും തൊടുകുറി ശാസ്ത്രപ്രകാരം കാണുന്നത് 1.5 മാസം കൊണ്ട്, അതായത് 45 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കത് നടന്നു കിട്ടും എന്ന് തന്നെയാണ്. അങ്ങനെയാണ് ഇവിടെ ഗണിതപ്രകാരം കാണുവാൻ സാധിക്കുന്നത്.
ഇത്രയും ഇവിടെ കേട്ടതിൽ നിന്ന് അർഹതയില്ലാത്തവർക്ക് സഹായവും അനുകമ്പയും കൊടുക്കേണ്ട എന്ന തീരുമാനത്തിലെത്താൻ നിങ്ങൾക്കൊരുപക്ഷെ സാധിച്ചേക്കുമെന്നാണ് ഞാനിവിടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ നന്മയും ഉയർച്ചയും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ ആശംസിക്കുകയാണ്. ഇത്രയുമാണ് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള നിലവിളക്ക് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത്. അപ്പൊ ഞാനിന്ന് ഇവിടെ പറഞ്ഞ കാര്യത്തിൽ നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക. ഇത് കാണുന്ന മറ്റുള്ളവർക്കും ഇതിന്റെ ജെന്യൂനിറ്റി എത്രത്തോളമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. നന്ദി.